വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ആമസോണിൽ നിന്നും അഫോർഡബിൾ ആയിട്ട് നമ്മുടെ വണ്ടി കെയർ ചെയ്യാൻ പാകത്തിനുള്ള കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കുറച്ചധികം ദിവസമായി പർച്ചേസ് ചെയ്തിട്ട് കുറേ അധികം ദിവസം കഴിഞ്ഞാണ്ടേ പറഞ്ഞത്. ഇനി എല്ലാം കൂടെ ഒരുമിച്ച് പർച്ചേസ് ചെയ്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എനിക്ക് 2 ദിവസത്തേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓർഡർ വന്നതെന്ന് പറഞ്ഞാൽ 10-15 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ വണ്ടിക്കത്തി കവറൊക്കെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ PPF ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നാളെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന നേരത്ത് കുറേ അധികം ഷാമ്പു അല്ലെങ്കിൽ ജെല്ല്, വാട്ടർ ഇതൊക്കെ ഇതിനകത്ത് ആവാതിരിക്കാനാണ് ഇത് എന്നെ ഇട്ടയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ടെങ്കിൽ മാറ്റാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ചധികം സാധനങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട്, അത് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. അതിലൊന്ന് പൊട്ടിച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു മൈക്രോ ഫൈബർ ക്ലോത്താണ്. ഇതെന്ന് പറഞ്ഞാൽ 1000 GSM വരുന്ന ഒരു മൈക്രോ ഫൈബർ ക്ലോത്താണ്. ഇത് എനിക്ക് ഇൻറ്റീരിയർ തുടയ്ക്കാനും ഗ്ലാസ് തുടയ്ക്കാനും വേണ്ടിയാണ് ഞാനിത് യൂസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബെലേനോ ഉണ്ടല്ലോ, നമ്മൾ സ്ഥിരം വീഡിയോ പറഞ്ഞ ബെലേനോൻ്റെ ടെയിൽ ലാമ്പിൻ്റെ ആ ഒരു റിവേഴ്സ് ഇടുമ്പോൾ ഉള്ള ലൈറ്റ് അത് മാറാനായിട്ട് ഞാൻ വേറൊരു ബ്രാൻഡിൻ്റെ വൈറ്റ് ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം എങ്ങനെ മാറണമെന്നുള്ളത്. അപ്പോൾ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്നാലേ ലോങ് വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നോർമലി മാറുന്നത് ഷോർട്സ് ആയിട്ട് ഇടുന്നതാണ് പതിവ്. നിങ്ങൾ പറഞ്ഞാൽ ലോങ് വീഡിയോ ഞാൻ ചെയ്യാം, അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ. അപ്പം അത് അതിനകത്തിരിക്കുകയാണ്, അത് ഞാൻ എടുത്തില്ല. അപ്പോൾ ഇതാണ് ആ ഒരു സാധനം. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ ഗ്ലാസ്സൊക്കെ ടിൻഡ് ചെയ്തപ്പോൾ ഞാൻ ഇത് വെച്ചൊക്കെയാണ് തുടച്ചത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ടിൻഡ് ചെയ്ത് ഏകദേശം രൂപയൊക്കെ അടുപ്പിച്ചാവും ഈ ഒരു ക്വാളിറ്റി സാധനം ചെയ്യാനായിട്ട്. അപ്പോൾ ടിൻഡ് ഏതാണ് ചെയ്തതെന്നൊക്കെ അറിയാനായിട്ട് ഇപ്പോൾ പുറത്ത് നിങ്ങളിപ്പോൾ ഈ നോക്കുമ്പം നിങ്ങൾക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് തോന്നല്ലേ. അപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പം ഇതൊന്നും അല്ല, ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും ഒന്നും കണ്ടുകൂടാകത്തോട്ട്, ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് ആണെങ്കിലും സൈഡ് ആണെങ്കിലും. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ആണെങ്കിൽ പറ, നമുക്കത് ചെയ്യാം. അത് കഴിഞ്ഞ് 1600 GSM-ൻ്റെ അതായത് കട്ടി കുറേ കൂടെ കൂടിയ ഒരെണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ വണ്ടിയിലെ ബോഡി തുടയ്ക്കാനാണ് കേട്ടോ ഇത് മേടിച്ചിട്ടുള്ളത്. ഇതാകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് പോയി അത് ഇങ്ങനെ ഇട്ട് ഉരയ്ക്കണ്ട. അപ്പം വണ്ടി വാഷ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇത് രണ്ടും മേടിച്ചിട്ടുള്ളത്. അത് രണ്ടും നമുക്ക് എന്തായാലും മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ചതാണ് ഒരു ടയർ ഫോമാണ് കേട്ടോ. ഇത് ആദ്യം വന്നതാണ് കേട്ടോ. ഇതിൻ്റെ ടയർ ക്ലീൻ ചെയ്യണത് ഞാൻ ബെലേനോയിൽ ടയർ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഷോർട്സ് ആയിട്ട് ഇട്ടുണ്ട്, ജസ്റ്റ് കയറി നോക്കിയാൽ മതി. ഇത് 500 ml MRP വരുന്നത് 800 എത്രയൊക്കെയാണ് പറഞ്ഞത്, പക്ഷേ 500 രൂപയ്ക്ക് താഴെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ആമസോണിലുണ്ട്, ലിങ്ക് ഞാൻ കൊടുത്തയക്കാം. ടയർ ഡ്രസ്സർ എന്നാണ് കേട്ടോ ഇതിനെ പറയുന്നത്, ടയർ ഡ്രസ്സർ എന്നാണ് ഇതിനെ പറയുന്നത്. ഇപ്പോൾ ഫോക്കസ് ആവുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. DJയിലാണ്, അൾട്രാ വൈഡിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു സാധനം. ഇത് നമുക്ക് ഇവിടെ മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഫോർജ്ഡ് കാർബൺ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ആമസോണിൽ നല്ല വേറെ പേജ് വഴിയാണ് ചെയ്തത്. ആ പേജ് എന്നിട്ട് കുറേ ഓട്ടിച്ചടായി ഇത് കിട്ടാനായിട്ട്. അതുകൊണ്ട് ഞാൻ പേജിന് ഏതാണെന്നൊന്നും പറയുന്നില്ല, ഞാൻ പ്രോഡക്റ്റ് കാണിച്ചു തരാം. കേരളത്തിൽ നിങ്ങൾക്ക് ഈ സാധനം കൊടുക്കുന്ന പേജുകളൊക്കെ ഉണ്ട്. ഇത് കേരളത്തിൽ നിന്നും അല്ല മേടിച്ചത് കേട്ടോ. അപ്പം ഔട്ട് ഓഫ് കേരളയാണ് ഈ സാധനം മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് മാറ്റി അവിടെ വയ്ക്കാം. ഇപ്പോൾ ഞാൻ ഒട്ടിച്ചേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സാധനം അത്യാവശ്യം നല്ലൊരു സാധനമാണ്, എല്ലാവർക്കും ആവശ്യം പറഞ്ഞ സാധനമാണ്. അത് ഞാൻ പൊട്ടിക്കുകയാണ് കേട്ടോ. നമ്മുടെ ടയർ ക്ലീൻ ചെയ്യണ ബ്രഷ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ. ഇത് വെച്ച് തേച്ചൊരച്ച് കഴുകണ കഴുതേ എന്ന് നമ്മളടുത്ത് തന്നെ നമ്മൾ പറയുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് തേച്ചൊരിച്ച് കഴുകാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് മാറ്റി വെച്ച് ചെയ്യാം. എന്തായാലും അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ടാണ് എല്ലാം കൂടെ പറഞ്ഞൊരു വലിയ പെട്ടി. നേരത്തെ എല്ലാം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇനി കാർ വാഷൊക്കെ കിട്ടിലൊരു സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഉടനെ വരും, അത് ഇതുവരെ വന്നില്ല. അപ്പോൾ നമുക്കിതിനെ പൊട്ടിക്കാം. ഇങ്ങനെയാണ് ഇത് പൊട്ടിക്കാനുള്ളത് കേട്ടോ. കൈയിടിച്ച് ഒരു ലോഡ് സാധനം, കുറേ സാധനമുണ്ട്. ഇതെന്തിനടേ, ഇതെന്തിനാ നോക്കട്ടെ. കുറേ സാധനം ഉള്ളതുകൊണ്ട് ഏതാണെന്ന് അറിഞ്ഞൂടാ. യെസ്, ഇതാണ് കൈയിട്ട് കഴുകണ സാധനം ഗൈസ്. ഇത് നമ്മൾ മോനെ എന്ത് ക്വാളിറ്റിയുടെ ഇതിന്. ഇതൊക്കെ അത്യാവശ്യം ബ്രാൻഡഡ് സാധനമാണ് കേട്ടോ. ഷൈനെക്സ് പ്രോ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. ഫോമും കാര്യങ്ങളൊക്കെ കുറേ അവരെ ഉണ്ട്. നമുക്കിത് കൈയിട്ടാം. കൈയിടുമ്പോൾ ഇതിനകത്ത് വല്ലതും ഉണ്ടാ? ഒന്നുമില്ല. ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ കഴുകാം. അതാണിത്. ഇത് നമുക്ക് ഇവിടെ മാറ്റി വയ്ക്കാം. കഴുകണ തുണിയൊക്കെ ബാക്കി കളയട്ടെ. അത് കഴിഞ്ഞിട്ട് അടുത്ത സാധനം, ഇത് സോഫ്റ്റ് സ്പഞ്ച് എന്ന് പറയുന്ന സോഫ്റ്റ് സ്പൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ കോംബോയാണ് കേട്ടോ. ഈ കോംബോ എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയർ അല്ലാതെ തുടയ്ക്കാനും എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒക്കെ നോർമലി നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഉള്ളതാണ്. ടയറൊക്കെ നമുക്ക് തുടയ്ക്കാനൊക്കെ ഞാൻ മേടിച്ച സാധനമാണ് കേട്ടോ. ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം.
ഇത് കോംബോ എന്ന് പറഞ്ഞാൽ ഒന്ന് കണ്ട ഈ ക്വാളിറ്റി വരും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ. ഇത് അത്ര വലിയ GSM ഒന്നും ഉള്ളല്ല, ചെറിയ GSM പറഞ്ഞാൽ 1 2 3 4 5 6 7 പാക്ക് പറഞ്ഞത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഈ ചെറിയ GSM ആയതുകൊണ്ട് പെട്ടെന്ന് ഡെഡ് ആവും. അപ്പോൾ പെട്ടെന്ന് ഡെഡ് ആയാലും അതിട്ട് തുടയ്ക്കുമ്പോൾ സ്ക്രാച്ച് വിടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ 8 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അത് കുറച്ച് പൈസ ആയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് 1-2 എണ്ണം ബലവനയ്ക്ക് അതിടണം, ബാക്കി നമുക്ക് ഇത് വെച്ചേക്കണം. അത് 8 എണ്ണം അതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ സാധനം, നമുക്ക് ഈ വണ്ടിക്കകത്ത് 4 C ടൈപ്പ് കൊടുക്കാൻ പറ്റും. ഒരു അഡാപ്റ്റർ അല്ലാതെ 12 വോട്ടിൻ്റെ കൊടുക്കാൻ പറ്റും. അപ്പോൾ C ടൈപ്പിന് വേണ്ടി ഞാൻ എൻ്റെ ലൈറ്റ്നിങ്ങും ഉണ്ട്, സിയും ഉണ്ട്. അപ്പോൾ ലൈറ്റ്നിങ്ങിന് വേണ്ടി ഒരെണ്ണം വേർട്ടസിനും, അതുപോലെ തന്നെ ലൈറ്റ്നിങ്ങിന് വേണ്ടി ഒരെണ്ണം ബലേനയ്ക്കും, അതുപോലെ തന്നെ C ടൈപ്പ് ഒരെണ്ണം നമ്മുടെ വേർട്ടസിനുള്ളതാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. 3 എണ്ണം ഇത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. 1 മീറ്റർ 3.2 ഫീറ്റ് വരുന്ന PD 65 വാട്ട് വരുന്ന 480 MBPS വരുന്ന MBPS വരുന്ന USB-C to C. അത്യാവശ്യം നല്ല സാധനമാണെന്ന് തോന്നുന്നു. ഇതിനൊക്കെ 500-600 ആ ഒരു റേഞ്ച് ഉള്ളൂ കേട്ടോ. ലൈറ്റ്നിങ് ആദ്യം കുത്തി എടുത്ത് നോക്കട്ടെ കേട്ടോ, ലൈറ്റ്നിങ്ങിൻ്റെ അത്. നല്ല പാക്കിങ്, ഫിലിപ്സൊക്കെ പാക്കിംഗ് ഒക്കെ പക്കയാണ് കേട്ടോ. ഫിലിപ്സിന് അപ്ഡേഷൻ ഇല്ല എന്നുള്ളൊരു സാധനം മാത്രമേ ഞാൻ കണ്ടൊരു മിസ്റ്റേക്ക് ആയിട്ടുള്ളൂ. കാരണം ഓഡിയോ സിസ്റ്റത്തിന് അങ്ങനത്തെ ഇതിനൊക്കെ അപ്ഡേഷൻസ് ഇല്ല. നല്ലാണ്ട് ഫിലിപ്സ് എന്ന് പറയുന്ന ക്വാളിറ്റി, ബ്രാൻഡ് ക്വാളിറ്റി ഉണ്ട്. ബ്രൈഡഡ് കേബിളാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. പാക്കിംഗ് ഒക്കെ അത്യാവശ്യം കൊള്ളാം. നോക്ക്, വാവ് സാധനം ഉഴ അടക്കുന്നത്. നമ്മളെ അതിൻ്റെ പേരെന്താ, ബെൽക്കിൻ്റെ അത്ര ആ ഒരു ബ്രൈഡിന് ക്വാളിറ്റി തോന്നില്ല, പക്ഷെ കുഴ കിടപ്പുണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. ഈ നീളമുണ്ട്, 1 മീറ്റർ നീളമുണ്ട്. അത് അത്യാവശ്യം കൊള്ളാം. C2 നമ്മൾ കുത്തി വെക്കാം. ഇവിടെ നമ്മൾ കുത്തുന്നു. ആദ്യമായിട്ടാണ് ഈ വണ്ടിയിൽ ഞാൻ വയർലെസ് ചാർജർ അല്ലാതെ കൊടുക്കണത്. ചാർജ് ചെയ്താൽ കയറും. ഓക്കെ, അത് സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് വണ്ടിക്കകത്ത് തന്നെ ഇട്ടേക്കാം. ഇത് ഒരെണ്ണം ബലേനയ്ക്കകത്തിടാം. C ടൈപ്പ് ഇതിനകത്ത് ഇട്ടേക്കാം. C ടൈപ്പ് കൊടുക്കേണ്ടി വരുമ്പോൾ C ടൈപ്പും കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിലുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ഒന്നുമില്ലേടേ, അതിനകത്ത് ഇളകി വീണ്. ഇതെൻ്റെ ക്യാമറയ്ക്ക് വേണ്ടി ഞാൻ ഒരു എൽ ക്ലാമ്പ് മേടിച്ചതാണ് കേട്ടോ. സോറി, എൽ ക്ലാമ്പ് ഞാൻ മേടിച്ചതാണ്. ഇതിന് വേണ്ടി വാങ്ങിച്ചതല്ല. ഒരു ക്യാമറ L ടൈപ്പ് മറ്റേ ഗിംബലിൽ കണക്ട് ചെയ്യാൻ വേണ്ടി L ടൈപ്പ് വാങ്ങിച്ചതാണ് കേട്ടോ. അത് വണ്ടിക്കുള്ളതല്ല. സോറി വേർട്ടസ്, ഇത് നിനക്കുള്ളതല്ല. ഇത് എൻ്റെ ചെറുക്കനുള്ളതാണ്, എൻ്റെ ക്യാമറയ്ക്കുള്ളതാണ്. പാവം, അതിനോടൊക്കെ വല്ലതും വാങ്ങിച്ച് കൊടുക്കേണ്ട ഇടയ്ക്ക്. അത് കഴിഞ്ഞ് ആംബ്രയിൻ്റെ അത്യാവശ്യം നല്ല, ഇത് ഞാൻ 1 വർഷമായിട്ട് യൂസ് ചെയ്യണ സാധനമാണ് കേട്ടോ. അതും കൂടെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ലതാണ്. ഇതിൽ മറ്റേ RGB അല്ല, ഒരു നോർമൽ വൈറ്റ് ലൈറ്റ് വരും കേട്ടോ. ആ ലൈറ്റ് പറഞ്ഞതാണ്. പൊട്ടിക്കണോ? പൊട്ടിച്ച് കാണിച്ചു തരണോ? ഞാനേ പൊട്ടിച്ച് കാണിച്ചു തരാം. തരുത് ഇതാണ് സാധനം കേട്ടോ. ഇതിൻ്റെ ഇവിടെ നിന്ന് ലൈറ്റ് കത്തും. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ഇത് നമുക്ക് C ടൈപ്പും ഉണ്ട്, A ടൈപ്പും കൊടുക്കാൻ പറ്റും കേട്ടോ. ഇത് എത്ര വാട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ 85 വാട്ടുണ്ട്. രണ്ടും കൂടെ 85 ആണ് കേട്ടോ പറഞ്ഞത്. ഇപ്പം രണ്ടുപേരും കൂടെ കൊടുക്കുമ്പോൾ ഒരെണ്ണത്തിൽ കുറഞ്ഞ് നിൽക്കും, ഒരെണ്ണത്തിൽ കൂടി നിൽക്കും. അങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ. ഇത് യൂസർ ഗൈഡ് കാര്യങ്ങൾ, അങ്ങനെ ഇങ്ങനെ വാറണ്ടിക്കുള്ള സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. അടുത്ത പറഞ്ഞതെന്ന് പറഞ്ഞാൽ ദ റിയൽ മെയിൻ സാധനം, അത് പോയിട്ട് വേറൊരെണ്ണം കൂടെ ഉണ്ട്. ഇത് റിയൽ സാധനത്തിനൊക്കെ മുമ്പ് ഞാൻ കാണിച്ചത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രഷർ വാഷറിലൊക്കെ ഓസ് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അഡാപ്റ്ററാണ് കേട്ടോ. ഈ അഡാപ്റ്റർ എടുത്ത് ഓസി വെച്ചാൽ നമുക്ക് ഇതിനെ പിടിച്ച് കൊടുത്താൽ മതി. മറ്റേ ഓസ് എപ്പോഴും ഇട്ട് കുത്തിത്തിരിക്കി മെഷീനിലോട്ട് കുത്തിത്തിരിക്കണ്ട ആ ഒരു സാധനമാണ് ഇത് ഞാൻ ഓർഡർ ചെയ്തേക്കണം. കോംബോ കണക്ടർ, അതിൻ്റെ ഫിൽറ്ററും ഉണ്ട്, മറ്റേതും ഉണ്ട്. അതുകൂടെ വെച്ചേക്കാം. അത് കഴിഞ്ഞ് മെയിൻ സാധനം നമുക്ക് പുറത്തെടുക്കാം, ഗ്ലാസ് ക്ലീനർ. ഇതും 3M തന്നെയാണ്. ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ഈ ഗ്ലാസ് ക്ലീനർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് PPF ഒക്കെ ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് ഇത് വെച്ചിട്ട് ഗ്ലാസ് ക്ലീൻ ചെയ്യാം. റേറ്റ് വരുന്നത് 600 സംതിങ് ഒക്കെയാണ്. റേറ്റ് കുറവ് തന്നെയായിരുന്നു വാങ്ങിച്ച സമയത്ത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ
കൊടുത്തയക്കാം. ഇപ്പോൾ ആമസോണിലെ ലിങ്ക് കൊടുക്കാൻ പറ്റും, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്തയക്കാം. സോ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതൊക്കെ സാധനങ്ങളൊക്കെ നല്ലപോലെ റിസർച്ച് ചെയ്തിട്ട് വാങ്ങിച്ചാണ്. അത്യാവശ്യം നല്ല സാധനങ്ങളാണ്. പിന്നെ വണ്ടി കഴുകണ ഒരു ഷാമ്പൂ ഉണ്ട്, അത് കിട്ടിലൊരു സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വേറെ വീഡിയോ ഷോർട്ട്സ് ആയിട്ട് ചെയ്യാം. അത് പറഞ്ഞില്ല, അത് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. അത് ഞാനൊരു വീഡിയോ ചെയ്തേക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് മൈ വീഡിയോസ്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ചെയ്യാം കേട്ടോ. ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സാധനങ്ങൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.